യുവജന സംഘടനയാണ് ഈ സമരം നടത്തുന്നത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വിരൽ ഞൊടിച്ചാൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഒരുമിപ്പിച്ച് ഈ റോഡ് മണിക്കൂറുകളോളം സ്തംഭിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു യുവജന പ്രസ്ഥാനമാണ് ഇത്. പക്ഷേ ഈ സമരം അധികാരികൾക്കെതിരായിട്ടുള്ള സമരമാണ്, ജനങ്ങൾക്കെതിരായിട്ടുള്ള സമരമല്ല. ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇപ്പോൾ തന്നെ ഏറെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരമാകരുത് എന്നതാണ് യൂത്ത് ലീഗ് ഈ സൂചനാ സമരം കൊണ്ട് ആദ്യമായി ആഗ്രഹിക്കുന്നത്. ഞങ്ങളിത് മണിക്കൂറുകളോളം ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഉപരോധമുണ്ടാക്കി സമരം ചെയ്യാനല്ല ഇന്ന് വന്നിട്ടുള്ളത്. ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് എത്ര തവണ സംസാരിക്കാൻ സാധിക്കും? ഇവിടെ ബഹുമാന്യനായ ഫത്താഹും വാഫിയും ഇവിടെ സൂചിന്റെ ഒരു വർഷം മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ 2021 ഒരു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ റോഡ് 4 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ 40% പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റോഡ് നോക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന KSTPയുടെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളിരിക്കുന്ന കുഞ്ചിക സ്ഥാനത്ത് നിന്ന് പിടിച്ചിറക്കി റോഡിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വിചാരണ ചെയ്യും. ഇത് വെറുതെ വർത്തമാനം പറയുന്ന സംഘടനയല്ല, ഇത് മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ് പ്രധാനം. ഇവിടെ ഓടുന്ന ഈ വാഹനങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ, അവരുടെ സങ്കടം കേട്ട് ഞങ്ങൾ മടുത്തു. എന്താണ് കാര്യം? എത്ര പൈസക്കാണ് ആകെ ഈ ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ കിട്ടുന്ന പൈസ എന്താണ്? ഇവിടെ ഇരിക്കണ്ടല്ലോ നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഓട്ടോ ഓടിയിട്ട് വൈകുന്നേരം എന്താ നിങ്ങൾക്ക് ബാക്കിയാവുക? അതിൽ എത്ര രൂപയാണ് നിങ്ങളുടെ വണ്ടി നന്നാക്കാൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നത്? ഈ റൂട്ടിൽ ഓടുന്ന മുഴുവൻ ബസ് ഡ്രൈവർമാരും അവരുടെ ഓണർമാരും ഞങ്ങളോട് പറയുന്നു, എന്തൊരു കഷ്ടമാണിത്. അതിന്റെ ലിവർ പൊട്ടി അവസാനം ഞങ്ങൾക്ക് റൂട്ട് നിർത്തുകയാണ്, ഞങ്ങൾക്കൊണ്ട് ഓടാൻ വയ്യ. ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരുടെ സ്ഥിതി, ആംബുലൻസ് ഡ്രൈവർമാരുടെ സ്ഥിതി. ഞാൻ നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നിയമസഭയിൽ അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ ദിവസത്തെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരിക. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, ഇന്ന് കേരളം ഏറ്റെടുക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ റോഡുകളുടെ പ്രശ്നം. ഇത് പെരിന്തൽമണ്ണയിലത്തെ മാത്രം കഥയല്ല. ഈ കേരളത്തിലെ ഉടനീളമുള്ള റോഡുകൾ, അത് ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള MLA-മാർ ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ആ സമയത്ത് വലിയ ബഹളമുണ്ടായി സഭയിൽ. ഞാനൊരു വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി നിയമസഭയ്ക്ക് മുമ്പാകെ കൊണ്ടുവന്നു. ഈ പ്രദേശത്തുകൂടെ നമ്മുടെ പുരാമന്തോൾ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയുമായി പെരിന്തൽമണ്ണയിൽ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴാണ് ആ ഗുരുതരമായ സംഭവം അരങ്ങേറിയത്. ഈ റോഡിലെ കുഴിയിൽ വീണ് ഒരു കുട്ടി, ജനിക്കാതെ പോയ ഒരു കുട്ടി മരണമടഞ്ഞു എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അന്ന് നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു. ജനിക്കാതെ പോയ കുഞ്ഞിന്റെ ഘാതകൻ PWD ഡിപ്പാർട്ട്മെന്റ് ആണ്, അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? നമ്മൾ ഈ വഴിയിൽ റോഡിൽ പോകുമ്പോ ആരുടെ ഊരെയാണ് ഉളുക്കാതെ പോകുന്നത്? ഒരു ദിവസം ഞാൻ വരുമ്പോ എന്റെ നേരെ മുമ്പില് ഒരു പെൺകുട്ടി ബൈക്കിൽ പോവാണ്, എന്റെ നേരെ മുമ്പില് കുഴിയിൽ വീഴുകയാണ്, നേരെ മുമ്പിൽ ആ കുട്ടിന്റെ കാലോടിയാണ്. ഇത് നമ്മൾ നേർസാക്ഷികളായി നിൽക്കുകയാണ്. ഇവിടെയുള്ള കടക്കാര് എന്തൊരു ബുദ്ധിമുട്ടാണ്, എത്ര കാലമായി തുടരുന്നു. നേരത്തെ നമ്മൾ അനുഭവിച്ച ഗുരുതരമായ പ്രശ്നം എന്താണ്? അന്ന് പൊടിയായി, നിറയെ പൊടി. എന്താ സ്ഥിതി? പൊടി കൊണ്ട് നമുക്ക് യാതൊരു രക്ഷയില്ലാതായി. ഇവിടെ എത്രയോ ആളുകൾ നമ്മുടെ മേലാറ്റൂർ ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നത് ഭരണകൂടമാണ് എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. നിരവധി തവണ ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ടറെ മാറ്റണം, ഈ കോൺട്രാക്ടറെ പണിക്ക് കൊള്ളില്ല എന്നാണ്.
ആ കോൺട്രാക്ടർ മാറ്റാൻ തയ്യാറായില്ല. അവസാനം നമ്മൾ 11 കിലോമീറ്റർ നടന്ന് നമ്മൾ സമരം നടത്തി. ആ സമരത്തെ തുടർന്ന് കോൺട്രാക്ടറെ മാറ്റാൻ തയ്യാറായി. പക്ഷെ എന്നിട്ടോ പിൻവാതിലൂടെ ഇതേ കോൺട്രാക്ടർ കൈ പിന്നെയും കൊടുത്തു. നിങ്ങൾ കോടതിയിൽ കേസ് വരുമ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്ലീഡർ എന്താണ് പറയേണ്ടത്? കോടതിയിൽ പറഞ്ഞില്ല. അവർ കോൺട്രാക്ടർമാർക്ക് അനുകൂലമായി കോടതിയിൽ നിലപാടെടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ഇതേ കോൺട്രാക്ടറുടെ കയ്യിലേക്ക് വന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു വർഷത്തിനുള്ളിൽ ഈ റോഡിന് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുക്കുന്നത്. ഇനി സമരമല്ലാതെ ഞങ്ങൾ ആരോട് പറയും? കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് നിയമസഭയല്ലേ? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? ഈ റോഡിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? MLA എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ഒരു അടിയന്തര പ്രമേയം ഉൾപ്പെടെ നിരവധി സബ്മിഷനുകൾ. ഒരു MLAക്ക് ആകെ കിട്ടിയ ഒരു അസംബ്ലിയില് ഒരു സെഷനിൽ ഒരു സബ്മിഷനാണ്. ആ സബ്മിഷനിൽ എത്ര സബ്മിഷൻ ഈ റോഡിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ പറഞ്ഞു. നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറ്റിവെച്ച പട്ടാമ്പി റോഡിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്. ഇതൊരു സംസ്ഥാന പാതയാണ്. ഗവൺമെന്റ് ഗീർവാണം പറയുകയാണ് ഇപ്പോഴും. എന്താണ് ഗവൺമെന്റ് പറയുന്നത്? ഈ റോഡുകൾ നോക്കൂ, എത്ര മനോഹരമാണ് കേരളത്തിലെ റോഡ്. ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നു, നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലെ റോഡുകൾ മാത്രം ഒന്ന് എടുത്ത് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കൊന്ന് അയച്ചു കൊടുക്കണം. എത്ര മനോഹരമാണ് ഈ റോഡുകൾ, എത്ര ഭംഗിയുണ്ട് ഈ റോഡുകൾ. ഈ റോഡുകൾ ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ റോഡ് ടാക്സ് കൊടുക്കുന്ന ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ, അവർ കൊടുക്കുന്നത് പൈസ ആണ്, അല്ലാതെ പുളിങ്കുരുവല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കൊടുക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. നിങ്ങളെ മാതിരി അക്കൗണ്ടിലേക്ക് വേറെ പൈസ ഒന്നും ഞങ്ങൾക്ക് വരുന്നില്ല. അങ്ങനെ അക്കൗണ്ടിലേക്ക് വരുന്ന പാവപ്പെട്ടവന്റെ അധ്വാനിച്ചുണ്ടാക്കുന്ന വിയർപ്പിന്റെ പണമാണ്. ഇവിടുത്തെ ടിപ്പർ ലോറിക്കാര്, എല്ലാ വാഹനങ്ങളും, കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് ഞങ്ങൾ പറയട്ടെ, ഈ സമരം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ റോഡിലൂടെ നമുക്ക് ഇനിയും യാത്ര ചെയ്യണം. ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ യൂത്ത് ലീഗ് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു വാക്കെങ്കിലും ഈ അടിയന്തര പ്രമേയത്തിന് നേരാം വണ്ണം മറുപടി പറയേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് പെരിന്തൽമണ്ണക്കാണ് ഞാൻ വാരിക്കോരി കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ നാഗവല്ലിയായിട്ട് നജീബ് കാന്തപുരം വന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ നാഗവല്ലി ആവേണ്ടി വന്നാൽ നാഗവല്ലി തന്നെയാകും, ഗംഗയാകേണ്ടി വരുമ്പോ ഗംഗയുമാകും. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം, ഇവിടുത്തെ ജീവിക്കുന്ന സാധാരണക്കാരന്റെ പ്രശ്നം, അത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ ഔദാര്യമല്ല ചോദിക്കുന്നത്. പെരിന്തൽമണ്ണയിലേക്ക് റോഡ് തരുന്നത് ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, പെരിന്തൽമണ്ണക്കാർ കൊടുക്കുന്ന ടാക്സിന്റെ വിഹിതമാണ്. അത് ഞങ്ങളുടെ അവകാശമാണ്. ഇത് ഭരണകക്ഷിക്കോ പ്രതിപക്ഷത്തിനോ ഓഹരി വെച്ച് കൊടുക്കുമ്പോ അങ്ങനെ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിനെ അംഗങ്ങളെ അങ്ങനെ ബഹിഷ്കരിക്കാൻ എങ്ങനെ പറ്റുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം പെരിന്തൽമണ്ണയിൽ നിന്ന് ടാക്സ് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഈ റോഡ് ഉപയോഗിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ടാക്സ് വാങ്ങിയിട്ടാണ് റോഡ് തരുന്നത്. നിങ്ങൾ നോക്കൂ, 140 കോടി രൂപയാണ് ഈ റോഡിന് വേണ്ടി അനുവദിച്ചത്. 140 കോടി രൂപ അനുവദിച്ച റോഡ് ഇന്ന് പുലാമന്തോളിൽ നിന്നൊരു വണ്ടി എടുത്ത് മേലാറ്റൂർ വരെ എങ്ങനൊന്ന് യാത്ര ചെയ്താൽ ഈ റോഡിനകത്ത് 10 കോടിയുടെ വെച്ചല് കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? ടാറ് കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? എവിടെ പോയത്? ആര് തമ്മിലുള്ള ഒത്തുകളിയാണിത്? ആരാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ളത്? ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തെ ഗൗരവമായി നിങ്ങൾ എടുക്കണം. ഞങ്ങൾക്ക് സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്, വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര ദിവസം വേണമെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി സമരത്തിനിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കരുത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കാൻ തയ്യാറാക്കണം ഗവൺമെന്റ്. ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം നോക്കൂ. നിങ്ങൾ ഈ കോടതിക്കകത്ത് എത്ര എളുപ്പത്തിലാണ് കോൺട്രാക്ടർ പിന്നെയും കോൺട്രാക്ട് വാങ്ങിപ്പോയത്. ഇത് ആരുടെ കുറ്റാണ്? ഇത് സർക്കാരിന്റെ വീഴ്ചയല്ലേ? നിങ്ങൾ എന്തിനാണ് ഗവൺമെന്റ് പ്ലീഡർമാരെ അവിടെ വെച്ചത്? എന്തിനാണ് APP മാരെ നിങ്ങൾ വെച്ചത്?
അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ്? ഗവൺമെന്റിന് വേണ്ടി വാദിക്കാനാണോ അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് വേണ്ടി പണിയെടുക്കാനാണോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കാര്യത്തിൽ വളയമൂച്ചിയിൽ നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, നമുക്കൊരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മൾ വെച്ച കാര്യം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ്. ഞങ്ങൾ ഇതിൽ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. വികസനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ UDF-നോ യാതൊരു രാഷ്ട്രീയവും ഇല്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പെരിന്തൽമണ്ണയുടെ MLA ആയിട്ടാണെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നം എന്റെ പ്രശ്നമാണ്. ഈ റോഡുകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ ഏത് വാതിലും മുട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഈ നാട്ടിലെ ജനങ്ങളോട് ഇല്ലെങ്കിൽ, നിങ്ങൾക്കൊരു കടപ്പാടും ഈ നാട്ടിലെ മനുഷ്യരോടില്ലെങ്കിൽ, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന ഒരു റോഡും നിങ്ങൾ നന്നാക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, നിങ്ങളെ ആരെയും അങ്ങനെ മന്ദിരങ്ങളിൽ അന്തിയുറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകുകയാണ്. ഞങ്ങൾ ഈ പ്രക്ഷോഭത്തെ ഏതറ്റം വരെയും കൊണ്ടുപോകും. KSTP-യുടെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ശമ്പളം വാങ്ങുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന ടാക്സ് വിഹിതത്തിൽ നിന്നാണെങ്കിൽ ഒരല്പം നന്ദി അവരോട് കാണിക്കണം. നിങ്ങൾ കോൺട്രാക്ടറുടെ പക്ഷത്തല്ല നിൽക്കേണ്ടത്, റോഡ് ഉപയോഗിക്കുന്നവരുടെ പക്ഷത്താണ്. ഒരു കൊടിയടക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോ പണ്ട് മന്ത്രി പറഞ്ഞത്, ഒന്ന് കുടി എണ്ണി നോക്കൂ, എണ്ണിയാൽ മുഴുവൻ കുടിയും ഞാൻ അടക്കാമെന്നാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ കുളങ്ങളാണ്. അവിടെ വരെ കുളമാണ്, ഏത് സ്ഥലത്തും കുളങ്ങളാണ്. ഈ റോഡിൽ എത്ര കുളങ്ങളാണ് എണ്ണാൻ പറ്റുമോ? ഇനി വാഴയൊക്കെ നട്ട വാഴ മുഴുവനും കുലച്ചു കഴിഞ്ഞു, എന്നിട്ടും ഈ റോഡ് നന്നാക്കാൻ ആള് വരുന്നില്ല. അതിന്റെ കന്നിന്റെ കൊല വരികയാണ്. ഈ സ്ഥിതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ റോഡ് നമ്മുടെ അവകാശമാണ്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും അവകാശമാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരിക്കലും ഇവിടെ കൃത്യവിലോപം ഉണ്ടാക്കാൻ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തടസ്സപ്പെടുത്താൻ, ഇവിടുത്തെ റോഡ് ഉപരോധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ മാത്രം വന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും പിറകിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് വിളിച്ചു വരുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറും ഇത് സ്തംഭിപ്പിക്കാൻ ഞങ്ങൾക്ക് നിമിഷ നേരം മതി എന്ന് മാത്രമാണ് പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട CPM-ന്റെ സുഹൃത്തുക്കളോട് ഒരു വാക്ക് കൂടി പറയാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് UDF-കാർ മാത്രമല്ല എന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്കുണ്ട് ഓട്ടോറിക്ഷ, നിങ്ങൾക്കുണ്ട് സൈക്കിള്, നിങ്ങൾക്കുണ്ട് ബൈക്ക്, നിങ്ങൾക്കുണ്ട് കാറ്, നിങ്ങൾക്കുണ്ട് ലോറി. അല്ല, ഞങ്ങൾ പോകുമ്പോ മാത്രമല്ല കുണ്ടിൽ വീഴുന്നത്. CPM-മാര് പോകുമ്പോ കുണ്ടില്ലാതെ പോകുന്നുണ്ടോ? അതിലെ ചക്കര വഴി മാറിപ്പോകുന്നുണ്ടോ? പറയുന്ന വഴി മാറിപ്പോകുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം, ഈ റോഡുമ്മ കൂടെ പോകുന്ന CPM-കാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി ഇപ്പൊ തെറ്റ് തിരുത്താൻ വേണ്ടി വലിയ പണിയെടുക്കുകയാണല്ലോ. ആ തെറ്റിന്റെ കൂടത്തിൽ ഈ തെറ്റുകൂടി ഒന്ന് തിരുത്താൻ നിങ്ങൾ അവരെ അറിയിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ